മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. ഹൗ ആർ യു എവരിബഡി? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഡയറ്റ് എന്ന് പറയുന്നത്. In our life, everybody loves to have diet. ഡയറ്റ് ഡിറ്റർമൈൻ ഡെസ്റ്റിനി. ആഹാരക്രമം നിങ്ങളുടെ ലക്ഷ്യത്തെ തീരുമാനിക്കും. നിങ്ങളുടെ പഥ്യമനുസരിച്ചാണ് നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തുവാൻ കഴിയുന്നത്. How you keep your diet, according to that you will reach your destiny. ഒരു ഓട്ടക്കാരൻ അവന് കഴിക്കേണ്ട ആഹാരങ്ങളുണ്ട്, എങ്കിൽ മാത്രമേ ആ ഡയറ്റിലൂടെ അവന്റെ വിജയത്തിൽ എത്തുവാൻ കഴിയൂ. A man who participates the running race, he will always obey the diet, then only he can achieve the goal. ഒരു കൊളസ്ട്രോൾ രോഗി, ഒരു ഷുഗർ പേഷ്യന്റ്, അവർക്ക് അതിൽ നിന്ന് വിടുതൽ കിട്ടാനും ലോങ് ലൈഫിലേക്ക് പോകാനും അവർക്കൊരു പഥ്യമുണ്ട്. ആ പഥ്യം അവർ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. In order to get a long life, a sugar patient and also a cholesterol patient, they need to have a diet. If they keep diet, they will get long life and health. Genesis chapter 3 verse 23 ഇങ്ങനെ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 23-ൽ ഇങ്ങനെ പറയുന്നു. യഹോവയായ ദൈവം ആദാമിനോടും ഹവ്വയോടും കൽപ്പിച്ചിരുന്നു, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. God asked Adam and Eve, do not eat the fruit of the tree that is middle of the garden. അവരോടൊന്ന് കൽപ്പിച്ചിരുന്നു, അത് ചെയ്യരുത്. And God commanded them not to do that. അവർ അത് ചെയ്തു. But they did. അവരുടെ ജീവിതത്തിൽ ആ പഥ്യം അവർ തെറ്റിച്ചതുകൊണ്ട്, കഴിക്കരുതാത്തത് കഴിച്ചതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ തേജസ് നഷ്ടപ്പെട്ടു, അവർക്കുണ്ടായിരുന്ന വാഴ്ചകൾ നഷ്ടപ്പെട്ടു, അവർക്കുണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയി. Because they disobeyed God and because they did not keep that diet, they lost that dominion and they lost the glory that God gave upon them. നമ്മുടെ ജീവിതത്തിൽ നാം ഒരു ജേർണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. In our life we are going through a journey. നാം പോകുന്ന ജേർണി, the journey what we are having, അതൊരു എറ്റേണൽ ലൈഫിലേക്കാണ്. and we are going through to an eternal life. അതൊരു നിത്യമായ ജീവിതത്തിന് വേണ്ടിയാണ്. And we are going to an eternal life. Not short time period. അതൊരു ചെറിയ സമയത്തേക്ക് വേണ്ടിയുള്ളതല്ല. അതൊരു വലിയ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ്. It's an eternal life. നിങ്ങൾ അത് മറക്കരുത്. And do not forget that. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലോങ് ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, and if you decide to have a long life, വചനത്തിന്റെ പഥ്യം അനുസരിച്ച് നാം ജീവിക്കണം. and you have to keep the diet what the word of God says. Reading the word is like spiritual eating. ദൈവവചനം വായിക്കുന്നത് അതൊരു ആത്മീക ഭക്ഷണമാണ്. ഫ്രഷ് സ്പിരിച്വൽ ഫുഡ് കഴിച്ചാൽ സ്പിരിച്വലി നാം സ്ട്രോങ് ആകും. And if we have fresh spiritual food, we will be strong in our spirit. Good books spark spiritual growth. നല്ല പുസ്തകങ്ങൾ ആത്മീക വർധനയ്ക്ക് ഉതകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ലതുമായി നാം കണക്ട് ചെയ്തു പോകണം. In our life always we need to be connected with good. വിശുദ്ധ വേദപുസ്തകത്തിനോളം മൂല്യമായ വേറെ ഒന്നുമില്ല. There is no other book valuable like the word of God, the Bible. The Bible is the only source of truth. ദൈവവചനം മാത്രമാണ്, വിശുദ്ധ വേദപുസ്തകം മാത്രമാണ് സത്യത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ സത്യത്തിന്റെ ട്രൂത്തിന്റെ ഉറവിടമായി ബന്ധപ്പെട്ട് നാം മുന്നോട്ട് പോകണം. In our life we always need to be connected with the source, the living word of God. നമ്മുടെ ജീവിതത്തിൽ ഒരു ഡയറ്റ് ആവശ്യമാണ്. We must have a diet in our life. ആ ഡയറ്റ് നോക്കുന്നെങ്കിൽ, if you keep on the diet, നിങ്ങൾക്ക് ആ ഡെസ്റ്റിനിയിൽ ചെല്ലുവാൻ കഴിയും. you may be able to reach that destiny. ഇന്ന് പകൽ ഒരു വലിയ തീരുമാനം എടുക്കുക. And today you must take a decision. ഞാൻ എന്റെ ഡയറ്റ് ഞാൻ സൂക്ഷിക്കും. I will keep my diet. ആ ഡയറ്റിലൂടെ നിങ്ങളുടെ സ്പിരിച്വൽ ലെവൽ, സ്പിരിച്വൽ റെലം ഹയർ ടു ഹയർ ലെവലിലേക്ക് പോകും. And keeping that diet, your spiritual realm will go higher to higher. ഈ വാക്ക് മറക്കാതിരിക്കുക. And do not forget this word. കർത്താവേ, Lord, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. we pray for these children. ഇപ്പോൾ
Right now, ഒരു വലിയ ബ്രേക്ക് ത്രൂ കൽപ്പിക്കണമേ. send for a mighty deliverance. അങ്ങയുടെ സന്നിധിയിൽ വിശുദ്ധരായി ഇവരെ നിർത്തണമേ. Lord, make them to stand holy at your അങ്ങയുടെ presence. മഹിമ ഇറങ്ങുവാൻ ഇടയാക്കണമേ. Oh, let your glory come down. ആമേൻ. ഇപ്പോൾ ആ ദൈവവചനത്തിന്റെ പഥ്യം സൂക്ഷിപ്പാൻ സഹായിക്കണം. Lord, help them to keep the diet of the word of God. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name we pray. ആമേൻ. Amen. ഒരു വലിയ പഥ്യമാണ് വചനം. ആ പഥ്യമനുസരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഫ്രഷ് ഫുൾ ലൈഫ് ദൈവം നിങ്ങൾക്ക് തരും. And if you keep the diet, what word of God is telling, the spiritual diet, surely God will, strengthen you and God will bless you. ആമേൻ. Amen.